ഇഷ്ടമല്ല ഇത് കളയണ്ട. ഗായ്സ് പിങ്കി മോള് പക്രുവിന്റെ സാധനം കടിച്ചു പറിച്ചു ഗായ്സ്. പഴുത്തോ ഇല്ലയോ എന്നറിയത്തില്ല, മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ട്. പഴുപ്പ് ഒലിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. ഒലിച്ചില്ല, അത്ര ആയില്ല, പക്ഷെ എന്തായാലും ഒരു വെള്ള കളറിൽ കാണാം കടിച്ചതിൻ്റെ പാട് പക്രുവിൻ്റെ സാധനത്തെ. അയ്യോ, പക്രുമോന് ഈയിടെയായിട്ട് പിങ്കിമോളെ ശല്യപ്പെടുത്തിയപ്പോൾ പിങ്കിമോളാൻ കയറി കടിച്ച്. ഇപ്പോൾ പക്രുമോന് ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. നീറ്റലാണ് ഇന്ന്. ബെറ്റാഡിൻ തൂത്ത് ഗൈസ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡോഗ്സിനൊക്കെ തൂക്കുന്നത്? ഏതെങ്കിലും ഞാൻ ബെറ്റാഡിനാണ് തൂത്തത്. ഇപ്പോൾ വലിയ നീറ്റലുണ്ട് പക്രുവിന്. അങ്ങനെയുള്ള കഷ്ടം കുറേ സഹിച്ച്. പിങ്കിമോളെ കടിച്ച് പറിച്ച് നല്ല രീതിയിലാണ്. തൊലി പോയിട്ടുണ്ട് നല്ലപോലെ. ഓവറായിട്ട് ശല്യപ്പെടുത്തിയപ്പോൾ പിങ്കിമോൾക്ക് ദേഷ്യം വന്നു. ഇപ്പം ആണ്ട് ഐസ്ക്രീം കാച്ചുന്നു. പക്രുമോന് ഐസ്ക്രീം വേണ്ടേ? പാവം പക്രുമോൻ. എന്തോ വേദനയാണെന്നറിയോ പക്രുമോൻ. മരുന്ന് കഴിച്ചിട്ടും അനങ്ങാതെ നീറ്റലും സഹിച്ച് പാവം പക്രുമോൻ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ്? പഴുപ്പൊലിച്ചിട്ടില്ല, തൊലി പോയിട്ടുണ്ട്, കടിച്ചതിൻ്റെ പാടുണ്ട്. എന്തെങ്കിലും മെഡിസിൻ ബെറ്റാഡിനാണ് തേച്ചേക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇരിക്കുന്നെന്ന് തോന്നുന്നു. പഴുപ്പൊലിച്ച് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകണം മിക്കവാറും. പിങ്കി കുഞ്ഞ് എന്തിനാ കടിച്ച പക്രുവിന്? അതുകൊണ്ട് ഐസ്ക്രീം തീർത്തു ഇത്ര പെട്ടെന്ന്. അത് ബാക്കി അമ്മ തിന്നുവോ? അമ്മ തിന്നുവോ? പിങ്കിമോൾക്ക് കപ്പ് ഐസ്ക്രീം എന്ന് പറഞ്ഞ ജീവന. അയ്യോ പിങ്കിമോള് എന്തിനാ വില്ലത്തിയായിട്ടുള്ള പിങ്കിമോള് അത്? അയ്യോ, പക്രുമോനെ കടിച്ചു പറിച്ചിട്ട് ഐസ്ക്രീം പക്രുമോന് കൊടുക്കും എന്തേലും ഒക്കെ. പക്രുമോനല്ലേ കൊടുക്കണ്ട മൊത്തം. പക്രുമോനെ നാക്കിൻ്റെ നീളം കാരണം കണ്ടോ, തെറിച്ച് പോകുന്നു. കഷ്ടം. നമുക്ക് നാക്കിന് നീളം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇരിക്കും പാത്രം. പക്രുമോൻ്റെ താണ്ട് കൊണ്ടുപോകുന്നു. അയ്യോ, പക്രുമോനൊന്നുമില്ല. അയ്യോ, എനിക്ക് കുഞ്ഞ് മൊത്തം തീർക്കുവോ പക്രുമോൻ്റെ? ഡീസൻ്റ് അല്ലേ കുഞ്ഞിവിടെ? ഗൈസ് മുറിവ് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ആ ഭാവം ആയിക്കൊണ്ടാണ് ഞാൻ കാണിക്കാത്ത ഗൈസ്. അതായത് പാടുണ്ട്, തൊലി പോയിട്ടുണ്ട്, പഴുപ്പൊന്നും ഒലിക്കുന്നില്ല, പക്ഷെ ഒരു തൊലി പോയതിൻ്റെ ആ വെളുപ്പ് ഇങ്ങനെ വെളുത്തിരിക്കുന്നു അവിടെ. അത് കാണുമ്പോൾ ഒരു പേടിയുണ്ട് ഗൈസ്. പിങ്കി കടിച്ചു തന്നെ മിക്കവാറും ശല്യപ്പെടുത്തിയ ഓവറായിട്ടേ ആയിരിക്കും. ക്രോസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ നടന്നു വരുമല്ലേ കുറേ. കൊണ്ടതല്ല, തൊലി പോയേക്കോ, കടിച്ച തൊലി പോയേക്കെന്നാ കാണുമ്പോൾ അറിയാം. പിങ്കി കുഞ്ഞാണോ കടിച്ചത്? അയ്യോ, അതെന്തോ പിങ്കിക്കുഞ്ഞ് വില്ലത്തിയായി വരും. അപ്പോൾ പിങ്കിക്കുഞ്ഞ് വണ്ണം വെച്ച് പണ്ട് എങ്ങനെ ഇരുന്ന പീരിയഡ്സ് ആയപ്പോൾ ക്ഷീണിച്ചിരുന്നതാണ് ഗൈസ്. പിങ്കിക്കുഞ്ഞിനെ ഞാൻ വിടത്തില്ല, അടച്ചു വെച്ചേക്കോ ഞാൻ പിങ്കിക്കുഞ്ഞിനെ. പക്രു വെളിയിലും. അയ്യോ, പക്രുമോൻ എന്ത് ചെയ്യാം പിങ്കിക്കുഞ്ഞിൻ്റെ? പക്രുമോൻ എന്ത് ചെയ്യാം പിങ്കിക്കുഞ്ഞിൻ്റെ? കടി കൂടുതലായി ഇപ്പോൾ തോന്നുന്നു. പിങ്കിക്കുഞ്ഞിനെ ഞാൻ വിടാത്തില്ല ഇവിടുന്ന്. പിങ്കിക്കുഞ്ഞ് എന്തിനാ പക്രുവിനെ കടിച്ചോ? അയ്യോ, ഇങ്ങനെ ആയിരിക്കും പക്രുവിനെ എപ്പോഴും കടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ മാറും പിങ്കി കുഞ്ഞിൻ്റെ. ഇത് പിങ്കി കുഞ്ഞൊന്നും അല്ല, നേരിട്ട് കണ്ടാലേ വലിപ്പം അറിയത്തുള്ളൂ. അയ്യോ,
നല്ല വലുപ്പമുണ്ട്. അക്രൂപനാണ് യഥാർത്ഥത്തിൽ കുഞ്ഞ്. പിങ്കി കുഞ്ഞ് യഥാർത്ഥത്തിൽ നേരിട്ട് കാണണ്ട കഴിഞ്ഞാൽ പേടിച്ചു പോകും. ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് മാറുന്ന സ്വഭാവമുണ്ട്. കുഞ്ഞ് എന്തിനാ ഇങ്ങനെ ക്യാരക്ടർ മാറ്റി കളിക്കുന്നത്? പിന്നെ കുഞ്ഞ് ഐസ്ക്രീം ഇത്ര മതിയോ? ബാക്കി അമ്മ കൊണ്ടു തീർത്തു. പിന്നെ കുഞ്ഞിനില്ല, പിന്നെ മോനില്ല. കുഞ്ഞിനില്ല, ഇനി തൊട്ട് ഐസ്ക്രീം തീർന്നു പോയി. പാവം കുഞ്ഞ് കൊതി കഴിഞ്ഞിട്ടില്ല. ഇനി ഞാനും ഐസ്ക്രീം കഴിക്കണുണ്ടോ? ആ ഐസ്ക്രീമിൻ്റെ പകുതി തരാം. കൊതി കുറേ നാളായി കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തിട്ട്. ലെന്ത് വീഡിയോ, ഷോർട്ടൊക്കെ എപ്പോഴും എടുക്കാറുള്ള. ഗായ്സ്, പിങ്കി കുഞ്ഞൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ പഴയതിനേക്കാളും? പീരീഡ്സ് ആയപ്പോൾ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു ഇവിടുന്ന്. ഇപ്പോൾ വണ്ണമൊക്കെ വെച്ചാൽ തവള പോലെ നടക്കുന്ന വണ്ണം. ചിരിക്കുന്ന പിങ്കി കുഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ കരയുന്ന പിങ്കി കുഞ്ഞ്. കുഞ്ഞ് കലിപ്പിലാവുന്നു. ഇങ്ങനെ കടിക്കാം. പരിപാടി കഴിഞ്ഞു. പിങ്കി കുഞ്ഞ് കലി കമ്മാത്ത പിങ്കി മോളാണോ? കമ്മന്റെ പിങ്കി കുഞ്ഞാണോ? കമ്മന്റെ പിങ്കി കുഞ്ഞാണോ?